പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ആളുകളുടെ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ഓർ ബിഹേവിയർ ഇതിനൊക്കെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഇതിൽ നമ്മൾ ജനറലി കാണുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസാണ് മെഡിസിൻ, എൻജിനീയറിംഗ്, ലോസ്, ടീച്ചേഴ്സ്, ടീച്ചിങ് ട്രെയിനിങ്. അതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിന് ജനറലി എക്സാമ്പിൾസാണ്. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ജോബ്സ് വൈറ്റ് കോളർ ജോബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ക്യാൻ ബി അറ്റൈൻ ത്രൂ ലോങ്ങർ കോൺടാക്ട് ഓഫ് ടൈം. ജനറലി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസൊക്കെ എന്ന് വളരെ കുറച്ചൊരു ലോങ് ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാംസാണ്. ഒരു 2 months 6 months എന്നുള്ള ജനറലി ഇവിടെ കാണില്ല. അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ കൂടുതലാണ്. ഒത്തിരി ടൈം എടുത്തിട്ടാണ് സാധാരണ ഒരു പ്രൊഫഷണൽ ജോബ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ പ്രൊഫഷണൽ ജോബ്സിനെയും അതിനെ റെഗുലേറ്റ് ചെയ്യാനും അവിടെ റെഗുലേഷന് അതുപോലെ അതിൻ്റെ സാങ്ഷനിങ്ങിനൊക്കെ ഒരു അപ്പെക്സ് ബോഡീസ് അല്ലെങ്കിൽ പ്രത്യേക സംഘടനകളുണ്ട്. അതിന് എക്സാമ്പിൾസാണ് മെഡിക്കൽ കൗൺസിൽസ് ഓഫ് ഇന്ത്യ MCI, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ NCTE ആൻഡ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ BCI. ഇതൊക്കെ അങ്ങനെയുള്ള അപ്പെക്സ് ബോഡീസിന് എക്സാമ്പിളാണ്. ഈ അങ്ങനെയുള്ള ഏതെങ്കിലും അപ്പെക്സ് ബോഡീസ് ഉണ്ടായിരിക്കും എല്ലാ പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ കോഴ്സിനും. ഇതിൽ വരുന്ന ട്രെൻഡ്സ് കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ. വളരെ കോമ്പിറ്റൻസി ഉള്ള ഒരു ഫീൽഡാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ മെഡിസിൻ, എൻജിനീയറിംഗ് ആയിരുന്നു ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഓരോ പ്രൊഫഷണൽ ഫീൽഡിലും കോമ്പിറ്റൻസി വളരെ കൂടുതലാണ്. അതുപോലെ ഗ്ലോബൽ ആൻഡ് കൾച്ചറൽ കോമ്പിറ്റൻസി ഉണ്ട്. ഇതിന് ഇൻ്റർ പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. കാരണം ഇപ്പോൾ ഒരു പ്രൊഫഷന് സിംഗിളി സെപ്പറേറ്റഡ് ആക്കാൻ പറ്റില്ല. എല്ലാ പ്രൊഫഷൻസും മറ്റൊരു പ്രൊഫഷൻസായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു മെഡിസിൻ എന്ന് പറയുന്നതും മെഡിക്കൽ ഡോക്ടർ ഫീൽഡും അതുപോലെ നേഴ്സ് ഫീൽഡ് അതുപോലെ തെറാപ്പിസ്റ്റ് അതൊക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഇൻ്റർ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസാണ് അവിടെ നടക്കുന്നത്. അത് ഇതിൻ്റെ ഒരു ട്രെൻഡാണ്. പിന്നെ ഒരുപാട് ചാലഞ്ചസും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിനുണ്ട്. അതൊരു ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഇപ്പോൾ ആ ഫീൽഡിലെ എല്ലാവർക്കും ടെക്നോളജി അത്ര എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല. ടെക്നോളജി അതിൻ്റെ യൂട്ടിലൈസേഷന് എഫക്റ്റീവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നവരായിരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ആളുകളുടെ ഇൻഫർമേഷൻസ്, ഡാറ്റ പ്രൈവസി അതിന് ഒരു ചാലഞ്ചാണ്. ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഇൻറ്റഗ്രേഷന്, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയറൺമെൻറ്റ്, കരിക്കുലം ബാലൻസിങ്, റിസോഴ്സ് അലൊക്കേഷൻ, അഫോർഡബിലിറ്റി, മെയിൻറ്റെയിനിങ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി, ലാക്ക് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം പ്രൊഫഷണൽ എഡ്യൂക്കേഷന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് പറഞ്ഞു, ഡാറ്റ പ്രൈവസി, പിന്നെ അവിടെ എന്തിരിക്കണം, പ്രൊഫഷണൽ എഡ്യൂക്കേഷന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം. അവർ അത്രയും ട്രെയിൻഡും ഹൈലി ഡെവലപ്ഡ് ആയിരിക്കണം. ഒരു ടെക്നോളജി ഇൻറ്റഗ്രേഷൻ്റെ വളരെ സ്കോപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ സോഷ്യൽ ഇമോഷണൽ ലേണിങ്, അതുപോലെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആയിരിക്കണം. പേഴ്സണലൈസ്ഡ് ലേണിങ്ങും ഇതൊക്കെ അതിൻ്റെ ചാലഞ്ചസിൽ വരുന്നതാണ്. പിന്നെ നമുക്കറിയാം അഫോർഡബിലിറ്റി. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് ജനറലി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ്. അപ്പോൾ അത് അഫോർഡബിലിറ്റി അതിൻ്റെ ഒരു ചാലഞ്ചാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ ഒരു ചാലഞ്ചസാണ്. ഒരുപാട് ചാലഞ്ചസ് ഉള്ളൊരു ഫീൽഡാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അതേസമയം ഇതിന് ഒരുപാട് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കരിക്കുലം ഡിസൈനിങ്, ടീച്ചിങ് മെത്തേഡ്സ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അസസ്മെൻറ്റ് ഇവാലുവേഷൻ സ്റ്റേജസ്, പിന്നെ സോഷ്യൽ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്, ലൈഫ് ലോങ് ലേണിംഗ്, എത്തിക്കൽ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻസ്. ഇതൊക്കെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസാണ്. അടുത്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചറും അവിടുത്തെ പ്യൂപ്പിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ജോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അവിടെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസസോ അല്ലെങ്കിൽ പ്രിൻറ്റ് മെറ്റീരിയൽസോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസിലൂടെയൊക്കെയാണ് അവിടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നടക്കുന്നത്. അല്ലാതെ ഫേസ് ടു ഫേസോ ഡയറക്റ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സസോ അറ്റ്മോസ്ഫിയറോ ഒന്നും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരിക്കില്ല. ഇവിടെ
പ്യുവർലി സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് പ്യുവർലി ടെക്നോളജി ബേസ്ഡ് ആണ്. ഇത് അഡൾട്ടിനൊക്കെയാണ് കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്. എഡ്യൂക്കേഷൻസ് ഒരു ഗ്യാപ്പിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പല കാരണം കൊണ്ട്, അല്ലെങ്കിൽ ബിസി ലൈഫ് ഷെഡ്യൂൾ കാരണം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മേജർ കൺസെപ്റ്റാണ് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷന്, കോമൺ പ്രൊസീജിയർ ഇൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതുപോലെ ലൈഫ് ലോങ് ലേണിംഗ്. നമ്മൾ ലേണിങ് നമ്മുടെ സിറ്റുവേഷൻ എന്തെന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരുപാട് ഫെമിലറൈസ് ചെയ്തത് പോസ്റ്റ് കോവിഡ് സെനാരിയോ മൂലമാണ്. മുന്നേ ഒന്നും നമ്മൾ ഇത്രയേറെ ഓൺലൈൻ ടീച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇത് നവഡേയ്സ്, ഇത് ആഫ്റ്റർ കോവിഡ് ഇത് വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, റിലയബിളാണ്, എഡ്യൂക്കേഷൻ അറ്റ് ലേണേഴ്സ് ഡോർ. അതിൻ്റെ കൂടുതൽ നമുക്ക് എത്ര ഡിസ്റ്റൻസിലുള്ള കോഴ്സ് അല്ലെങ്കിൽ ടീച്ചറും നമുക്ക് എഡ്യൂക്കേഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമുക്ക് അത്രയും ഈസിലി അവൈലബിൾ ആണ്. ബെനിഫിഷ്യൽ ടു അഡൾട്ട്സ്, വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ്, ഇതിന് പല വേരിയബിൾസും അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. കോർഡിനേഷൻ ഓഫ് വേരിയസ് എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ്സ്, പല എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ്സ് ഇതിൽ വരും. മിനിമൈസിങ് ദ പ്രഷേഴ്സ്, അവിടെ നമുക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ലോഡോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ ലേണേഴ്സ് സെൻറ്റേർഡ് ആണ്. കുട്ടികളുടെ നീഡ് അനുസരിച്ച്, നമ്മുടെ നീഡ് അനുസരിച്ചുള്ള കോഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഫ്രീഡം ഉണ്ട്. സാറ്റിസ്ഫൈസ് തേഴ്സ്റ്റ് ഫോർ നോളജ്, നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഏതൊരു സ്റ്റേജിൽ മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. ഇനി ഇതിലും ഒരുപാട് ട്രെൻഡ്സ് ഉണ്ട്. ഗെയിമിഫിക്കേഷൻ, മൈക്രോ ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, വിർച്വൽ റിയാലിറ്റി. മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വാസ്റ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ വളരെ ഷോർട്ട് ആൻഡ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആ ഒരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അവിടെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് വിർച്വൽ റിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ട്രെൻഡ്സ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ചാലഞ്ചസ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ കുറേ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിനും കുറച്ച് പോരായ്മകളുണ്ട്. ചാലഞ്ചസ്, വെല്ലുവിളികൾ അത് നേരിടുന്നുണ്ട്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഡിവൈഡ്, സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ എൻഗേജ്മെൻറ്റ്. അതായത് എത്രയായാലും നമ്മളൊരു ഡയറക്റ്റ് ക്ലാസ്സിലിരിക്കുന്നതിനേക്കാളും അവിടെ സ്റ്റുഡൻറ്റ്സ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെൻസ് കുറവായിരിക്കും. ടൈം മാനേജ്മെൻറ്റ്, പ്രോപ്പർ ടൈം ഷെഡ്യൂളൊന്നും ഇതിനുണ്ടായിരിക്കില്ല. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതിനെ എഫക്റ്റ് ചെയ്യും. ലൈക്ക് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, നേരിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അവിടെ ഇല്ല. ഇലക്ട്രോണിക് ഡിവൈസസ് മൂലമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പറഞ്ഞു. അസസിങ് സ്റ്റുഡൻറ്റ് ലേണിങ്, നമ്മുടെ നേരിട്ടൊരു ഇവാലുവേഷൻ നടത്തുന്നതിനേക്കാളും ഇവിടെ സ്റ്റുഡൻസ് നോളജിനെ അസസ് ചെയ്യാനും നമുക്ക് പ്രോപ്പർലി അസസ് ചെയ്യാൻ നമുക്കവിടെ അത്രയും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. ട്രെയിൻഡ് ടീച്ചേഴ്സ് അവൈലബിലിറ്റി, ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ്സ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ബർഡൻ ഇല്ലെങ്കിൽ പോലും ഇതും അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്, എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കൊണ്ടുവരാൻ പറ്റും. ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കോസ്റ്റ് ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റും. സെൽഫ് ഡയറക്റ്റഡ്, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സ് റോൾ ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പോളിസി ആൻഡ് കരിക്കുലം ഇംപ്ലിക്കേഷൻസ്, ചാലഞ്ചസ് ഇൻ ഇൻട്രാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അവിടെ ഇൻട്രാക്ഷനും അതുപോലെ മോട്ടിവേഷനുള്ള ചാലഞ്ച് അതിന് നമുക്ക് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, അതൊക്കെ ഇതിൽ വരുന്ന എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസാണ്. അടുത്തത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനെ ഒരു
ഒരു ടേബിളിലൂടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രെയിൻ ഇൻഡിവിജ്വൽസ് ഫോർ സ്പെസിഫിക് പ്രൊഫഷൻ, കരിയർ ഓർ ഒക്യുപ്പേഷൻ റിക്വയറിങ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽസ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്പെസിഫിക് ആണ്, ഒരു സ്കിൽ ഡെവലപ്പിംഗ് ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലേണിംഗ് വേർ സ്റ്റുഡൻസ് സ്റ്റഡി റിമോട്ട്ലി വിത്തൗട്ട് അറ്റൻഡിങ് റെഗുലർ ഫേസ് ടു ഫേസ് ക്ലാസ്. റെഗുലറായിട്ട് ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ കുട്ടി പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. മറ്റേതെന്ന് പറയുന്നത് വളരെ റെഗുലറും ഓർഡേർഡും സ്പെസിഫിക്കും ആയിരിക്കും, ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. റെഗുലർ ക്ലാസ് റൂം ലേണിംഗ് വിത്ത് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിൽ റെഗുലറായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ഇൻട്രാക്ഷന്. എന്നാൽ ഇവിടെ ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷനാണ്. ഇൻട്രാക്ഷൻ നടക്കുന്നത് ത്രൂ ഡിജിറ്റൽ മീഡിയ, TV, റേഡിയോ അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരുന്നത് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ദ ടീച്ചർ. ടു പ്രിപ്പയർ ലേണേഴ്സ് ഫോർ സ്പെസിഫിക് കരിയർ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഒരു സ്പെസിഫിക് കരിയറിലേക്ക് നമ്മളെ ലീഡ് ചെയ്യിക്കുന്നു. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ഫ്ലെക്സിബിൾ ലേണിംഗ്. ഇത് ഫ്ലെക്സിബിൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ടു ദോസ് അണേബിൾ ടു അറ്റൻഡ് റെഗുലർ ക്ലാസ്. റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ്. ഇത് സ്കിൽ ബേസ്ഡ് ആണ്, പ്രൊഫഷണൽ, പ്രാക്ടിക്കൽ ആൻഡ് ജോബ് ഓറിയൻറ്റഡ് ആണ്. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തിയറിറ്റിക്കലാണ്, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വിത്ത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ്. അവിടെ നമ്മൾ സ്റ്റുഡൻ്റ് തന്നെയാണ് സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവിടെ ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഹാസ് ഹൈ ലെവൽ ഫോർ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഇവിടെ ലിമിറ്റഡ് ഇൻട്രാക്ഷനാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ. പ്രൊഫഷനിൽ ലബോറട്ടറി വർക്കും ഇൻറ്റേൺഷിപ്പും വർക്ക്ഷോപ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ലാക്സ് പ്രാക്ടിക്കൽ എക്സ്പോസർ. പ്രാക്ടിക്കൽസൊക്കെ എന്തായിരിക്കും, ഇത്തിരി കുറവായിരിക്കും. വെർച്വൽ സ്റ്റിമുലേഷൻസും ഒക്കേഷണൽ പ്രാക്ടിക്കൽ സെഷൻസും മാത്രമേ അവിടെ പോസിബിളായിട്ടുള്ളൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ. നെക്സ്റ്റ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ ലെസ് ഫ്ലെക്സിബിളാണ്. അവിടെ ഫിക്സഡ് ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും, അറ്റൻഡൻസ് ഉണ്ട്, എക്സാമിനേഷൻസ് ഉണ്ട്. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വർക്കിംഗ് ഇൻഡിവിജ്വൽസ്, ഹോം മേക്കേഴ്സ്, അവർക്ക് റിമോട്ട് ഏരിയാസിൽ താമസിക്കുന്നവർക്ക് അവർക്കൊക്കെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ത്രൂ പ്രാക്ടിക്കൽസ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെൻറ്റും എക്സാമിനേഷൻസ്, അസൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇനി പ്രൊഫഷണൽ കോഴ്സിന് ജനറലി നമുക്ക് അറിയുന്ന എക്സാമ്പിൾസാണ് MBBS, BTech, B.Ed, CA, LLB. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് എക്സാമ്പിളാണ് IGNOU, NIOS, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, ഓൺലൈൻ ഡിഗ്രി കോഴ്സസ്. അതൊക്കെ ഓപ്പൺ എഡ്യൂക്കേഷന് എക്സാമ്പിൾസാണ്. നെക്സ്റ്റാണ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ. എൻകംപാസസ് സബ്ജക്ട്സ് ബിയോണ്ട് കോർ റിക്വയർമെൻറ്റ്. നമ്മുടെ കോർ സബ്ജക്ട്സിന് പുറമേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ട്രെൻഡ്സും ചാലഞ്ചസും ഉണ്ട്. ട്രെൻഡ്സ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അതായത് ഓരോരുത്തരുടെ നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ലേണിംഗ് പോസിബിളാണ്. ടെക്നോളജി ഇൻറ്റിഗ്രേഷൻ ഉണ്ട്, മോഡേൺ സെഞ്ച്വറി സ്കിൽസ് ഇതിൽ ഇൻകോർപ്പറേറ്റഡ് ആണ്. സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് ആയിട്ടുണ്ട്, അതായത് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ആയിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് അവിടെ നടക്കുക. ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രനേഴ്സ്, അത് ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രനേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ വരുന്ന ചാലഞ്ചസ്: എക്വിറ്റബിൾ ആക്സസ്, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. ഡിജിറ്റൽ ഡിവൈഡ്, ടീച്ചേഴ്സ് ട്രെയിനിങ്, ടീച്ചേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് വേണം. റിസോഴ്സ് അലൊക്കേഷൻ, റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം, അതൊക്കെ ചാലഞ്ചാണ്. അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. കരിക്കുലം ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസിങ് ടെക്നോളജി ആൻഡ് ട്രഡീഷണൽ മെത്തേഡ്, ഒരേ സമയം ടെക്നോളജീനെയും ട്രഡീഷണൽ മെത്തേഡിനും ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഒരുപാട് ചേഞ്ചസ് എപ്പോഴും നമ്മൾക്ക് എന്ത് സൊസൈറ്റിയിൽ, അതുപോലെ എഡ്യൂക്കേഷനായാലും എല്ലാ ലെവലിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ലേണർ മോട്ടിവേഷൻ, ലേണറിൻ്റെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതൊക്കെ ഇതിൻ്റെ ചാലഞ്ചസ് ആണ്. അതുപോലെ ഇവാലുവേറ്റിംഗ് എഫക്റ്റീവ്നെസ്,
അവിടെ എഫക്റ്റീവ്നെസ് എത്രത്തോളം എഫക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഓപ്ഷണൽ എഡ്യൂക്കേഷൻ്റെ ചാലഞ്ചസാണ്. ഇതിലെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്: ഫ്രീഡം ഓഫ് ചോയ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടാലൻസ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ്, പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ കരിയേഴ്സ്, പ്രൊമോഷൻ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്, കരിക്കുലം ഫ്ലെക്സിബിലിറ്റി, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നീഡ്, reduces monotony and dropouts, promotes diversity and innovation, teachers role. ഇത്രയാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻസ്. 3 എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് പറഞ്ഞത്: പ്രൊഫഷണൽ, ഡിസ്റ്റൻസ് ആൻഡ് ഓപ്ഷണൽ എഡ്യൂക്കേഷൻ.